പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ജലജയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ദേവയാനിയും നയനയും പരസ്പരം സ്നേഹിച്ചു തുടങ്ങി എന്നറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധം മൊത്തം മുത്തശ്ശിയുടെ അടുത്ത് ഉയർക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുവാണ്, ഇപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ, ഞങ്ങളെ എല്ലാവരും കൂടി പൊട്ടന്മാരാക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ പൊട്ടന്മാരാകുന്നത്? ഇപ്പം അമ്മായിമ്മ മരുമോളെ സ്നേഹിക്കുന്നത് അത്രയും വലിയ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേവയാനി നയനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ദേവയാനി നയനോട് പറയുവാണ്, ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി പലതും മറച്ചു വെക്കേണ്ട അവസ്ഥയാണല്ലോ മോളെ നമുക്ക്. ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും അവനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നയന ദേവയാനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശിനോട് നയന പറയുവാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല അഭി. അവനെപ്പോലെ ഒരു കുറുക്കൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെ തമ്മിൽ പറഞ്ഞ് തെറ്റിച്ച് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ അവനെക്കൊണ്ട് സാധിക്കും. വീട്ടിലൊരു ചേരിതിരിവ് ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് നയന പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേവയാനിയും നയനയും പരസ്പരം സ്നേഹിച്ചു തുടങ്ങി എന്നറിയുന്ന അഭിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് നവ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തിവെച്ച് നവ്യേനെ അവരിൽ നിന്നും തിരിക്കാൻ വേണ്ടി നോക്കുന്ന അഭിയും അതെല്ലാം കേട്ടിങ്ങനെ ആകെ ടെൻഷനോടെ നിൽക്കുന്ന നവ്യയും കാണിക്കുന്നുണ്ട്.